ശരിടാ. അവിടെ ആൾക്കാര് വരുന്നു. ഓക്കെ. വിമൻ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള വിമൺ വെച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം പറയണ വിധം അതൊക്കെ ഭയങ്കര പുതിയ ഒരു കാര്യമല്ല മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അല്ല, നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ ന്യൂആൻസ്ഡായിട്ട് അത് കൈകാര്യം ചെയ്യുകയും അത് എക്സ്പ്രസ് ചെയ്യുകയും, അതായത് ഈ ഇമോഷൻസ് ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നതും ഒക്കെയാണ്. പക്ഷെ അത് പലപ്പോഴും സ്ക്രീനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത്രയും ന്യൂആൻസ്ഡായിട്ട് അതിനെ കാണിക്കുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ബ്യൂട്ടിഫുൾ. ഈ ഉർവശി മാമി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ടൈം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന സിനിമയല്ലേ? എനിക്ക് ഗ്രേറ്റസ്റ്റ് ലേബിൾസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ആക്ടേഴ്സിൽ എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്തിരിക്കുന്ന മാമിൻ്റെ പെർഫോമൻസസ് ആണ്. എത്രയോ വർഷങ്ങളായി അവരുടെ എത്രയും നല്ല നല്ല പെർഫോമൻസസ് കണ്ടുവരുവാണ്. ജസ്റ്റ് വൺ ഓഫ് ദ മെനി ഓഫ് ദോസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. ഈ ഉർവശി മാമിന്റെ ക്യാരക്ടറിൽ ഒരു കമ്പാഷൻ ആംഗിൾ ഉണ്ടല്ലോ സിനിമയിൽ ത്രൂ ഔട്ട്. അത് നമ്മളെ കുറെ സ്ഥലത്ത് കണ്ടു നനയിപ്പിക്കും, കുറെ സമയത്ത് ഹുക്ഡ് ആക്കും. വളരെ മെച്ചോർ ആണ്. ലൈക്ക് ഒരു സ്ത്രീ എന്ന് പറയുമ്പം ഇപ്പം സ്ത്രീകൾ ഇപ്പം ഞാനിപ്പോൾ ഒരു 40-year-old വുമണാണ് മൈസെൽഫ്. നമ്മളുടെ വളർന്നു വരുമ്പം നമ്മൾ കണ്ടുവരുന്ന സ്ത്രീകൾക്ക് ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. വെരി മെച്ചോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് നമുക്ക് വളരെ ഇഷ്ടപ്പെടും. നമ്മൾ അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രീതി. ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഫിലിം. അതൊന്ന് കുറച്ചിരുന്ന് ചിന്തിച്ച് ഒക്കെ ഒന്നൊന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. പേര് അത് തന്നെയാണ്, പേര് ഉള്ളൊടുക്കുക അല്ലേ. അപ്പോൾ അണ്ടർ കറണ്ട്, മനസ്സിൽ ഉണ്ടാവുന്ന ഒരു അണ്ടർ കറണ്ടിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അങ്ങനെ ലോട്ട്സ് ഓഫ് പീപ്പിൾ കമ്മിങ്. അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കൂ, കാണൂ. മാം ഒരു ചോദ്യം കൂടി. ഇപ്പം ഗഗനചാരി എന്നുള്ളൊരു സിനിമ വരുന്നു, അതിലൊരു ലേഡി ക്യാരക്ടറാണ് വരുന്നത്. ഉള്ളൊടുക്കിൽ അനാർക്കലി ആൻഡ് ഇപ്പോൾ ഉള്ളൊടുക്കിൽ 2 ലേഡി കഥാപാത്രങ്ങൾ വരുന്നു, മന്ദാകിനിയിലും ലേഡി കഥാപാത്രങ്ങൾ. അപ്പം സ്ത്രീകളെ വെച്ചുകൊണ്ട് ഇവിടെ സിനിമകൾ ആലോചിക്കുക, സിനിമകൾ ഉണ്ടാവുക, അത് വല്ലാത്തൊരു പുതിയൊരു മാറ്റമല്ല, നല്ല മാറ്റമല്ലേ? മാറ്റമാണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രമായാലും പുരുഷ കഥാപാത്രമായാലും ഏതൊരു കഥാപാത്രമായാലും ആ കഥാപാത്രത്തിനനുസരിച്ചാണല്ലോ നമുക്കൊരു. അപ്പം അതിന് അങ്ങനത്തെ കഥകൾ എഴുതണം. അങ്ങനത്തെ കഥകൾ എഴുതുമ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ആക്ടേഴ്സിന് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. കേരളം എന്ന് പറഞ്ഞൊരു സിനിമാസ്കേപ്പിൽ ഏറ്റവും നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ ടാലൻസ് ആണ്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യമൊന്നും പ്രസക്തിയില്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും എവിടെയും പോയില്ല, ഇവിടെയും ക്യാനിലൊക്കെ ആയിട്ട് ഓടി നടക്കുക. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾ ദാറ്റ്. വെൻ ദർ ഇസ് എ സ്ക്രിപ്റ്റ് ദാറ്റ് കംസ് ഫോർവേഡ് വിത്ത് women characters, അതിന് അഭിനയിക്കാനുള്ള we've got brilliant people. So കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഇന്ത്യൻ സിനിമയിൽ എല്ലാ ഫൈൻ വർക്കിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളൊടുക്കിൽ ഉർവശി, പാർവതി, പോൾ ബി ഇമാജിനസ് ലൈറ്റിൽ നിങ്ങൾ രണ്ടുപേരും, അസിസ്ക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന വ്യത്യസ്ത ജോണറുകളിലൊക്കെ സ്ത്രീകളുണ്ട്, ഗഗനചാരിയിൽ ഉൾപ്പെടെ അനാർക്കലി ഉണ്ട്. അതൊരു വലിയ മുന്നേറ്റമായിട്ട്, അതൊരു വലിയ മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ? 90s പടം എടുത്താലും സ്ത്രീകളുണ്ട്, എല്ലാ കാലത്തും സ്ത്രീകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിങ്ങനെ മാറി മറിഞ്ഞ് വരും എന്നാണ് തോന്നുന്നത്. ഉറപ്പായിട്ടും നമുക്കൊരു മുമ്പോട്ട് ജീവിക്കാനൊരു പോക്കും മനുഷ്യർക്ക് അനുകമ്പ ഉണ്ടാവണമെന്നും സ്നേഹം ഉണ്ടാവണമെന്നൊക്കെയാണല്ലോ ആഗ്രഹം. അത് ശരിക്കും കഥയും അതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പറയാൻ വാക്കില്ല. ഉർവശി ചേച്ചി എന്നുള്ള സൂപ്പർ ആക്ടറിനെ എങ്ങനെയാ ഒരു വാക്കിലൊന്ന് പറയാമോ? ഒന്നും പറയാനില്ല. അവർ കണ്ടു പറയുമ്പോൾ സ്ക്രീൻ വരുമ്പോൾ തന്നെ ഇത്രയും മനസ്സിലാണ് അഭിനയിക്കാറില്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.